നെക്സ്റ്റ് എഞ്ചിനീയർഡ് കോസ്റ്റ് ആണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കോസ്റ്റുകളെയാണ് നമ്മൾ എഞ്ചിനീയർഡ് കോസ്റ്റ് എന്ന് വിളിക്കാം. അപ്പം നോർമൽ ആയിട്ടൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മൾ അപ്പം ഉണ്ടാക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഇത്ര അപ്പം ഉണ്ടാക്കണമെങ്കിൽ ഇത്ര മാവ് എന്നൊരു കണക്കുണ്ടല്ലോ. അപ്പം എത്ര അപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ മാവ് എടുക്കുന്നുണ്ടാവുന്നത്. ഇത് തമ്മിൽ കണക്ട് ചെയ്ത് കിടക്കുകയാണ്. ഇനി അതുപോലെ തന്നെ വേറൊരു സംഭവം അഡ്വർടൈസ്മെന്റിന്റെ കോസ്റ്റ്. അഡ്വർടൈസ്മെന്റിന് ഒരു 10 lakh ഞാൻ സ്പെൻഡ് ചെയ്തു. പക്ഷെ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എത്രയാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, എനിക്ക് ഒട്ടും പറയാൻ പറ്റത്തില്ല എത്ര ഔട്ട്പുട്ട് ഇതിനകത്ത് വരും എന്നുള്ളത്. അല്ലെങ്കിൽ എത്ര യൂണിറ്റ്സ് ആണ് ഈ അഡ്വർടൈസ്മെന്റ് കൊണ്ട് സെയിലായി പോകുന്നത് എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ അതുപോലെയല്ല ഇപ്പൊ നേരത്തെ പറഞ്ഞ മാവിന്റെ കണക്ക് പോലെ ഇത്ര അപ്പം ഉണ്ടാക്കണമെങ്കിൽ ഇത്ര മാവ് വേണം എന്നൊരു കണക്കുണ്ട്. അപ്പൊ അത് തമ്മിലൊരു ബന്ധമുണ്ട്. ആ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ റിലേറ്റഡ് ആണ്. അങ്ങനെയുള്ള കോസ്റ്റുകളെയാണ് നമ്മൾ എഞ്ചിനീയർഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ പൊതുവെയുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു എഞ്ചിനീയർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ, ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ആയിരിക്കും. അപ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിന് ഇത്ര ഡയറക്റ്റ് മെറ്റീരിയൽ വേണം എന്നൊരു കണക്കുണ്ടാവും. അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ആവുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഡയറക്റ്റ് ലേബർ, ഒരു യൂണിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇത്ര ലേബർ വേണം, അല്ലെങ്കിൽ 2 യൂണിറ്റിനാണെങ്കിൽ 1 ലേബർ, അങ്ങനെ ഒരു കണക്കുണ്ടാവും. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരുന്നുണ്ടാവുക. സോ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ കണക്ട് അല്ലെങ്കിൽ ലിങ്ക് ഉണ്ടാവുന്ന ആ ഒരു ബന്ധം ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എഞ്ചിനീയർഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മുടെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ചേഞ്ച് ആകുന്നത് അതിനനുസരിച്ച് നമ്മുടെ എഞ്ചിനീയർഡ് കോസ്റ്റിലും എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാകും. കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ എഞ്ചിനീയർഡ് കോസ്റ്റും വളരെ ഹൈ ആയിരിക്കും. ഓക്കെ.